പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് എൻ്റെ നെൽകൃഷിയുടെ 12ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കളനാശിനി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് തൃശ്ശൂരിൽ നിന്ന് അവിടുത്തെ കൃഷിക്കാർ, ഇപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന കുറേ കൃഷിക്കാരുണ്ട്, അവർ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം കണ്ടെത്തി പരിപാടിയുണ്ട്. അത് കാരണം രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ട് പോവുക. അപ്പം അതിൻ്റെ അകത്തൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ പേരാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതായത് 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചു സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് രണ്ട് കളനാശിനിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിവായയും അഫിനിറ്റിയും കൂടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വിവായ എന്ന് പറഞ്ഞ സംഭവം 1 ഏക്കറിന് ഒരു കുപ്പി 1 ലിറ്റർ. അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ബാറ്ററി പമ്പിന്, അതായത് 16 ലിറ്ററിൻ്റെ ബാറ്ററി പമ്പ് ആണെങ്കിൽ ആ പമ്പിന് 4 ടാങ്ക് കൊണ്ട് 1 ഏക്കർ കവർ ചെയ്യണം. മനസ്സിലായോ? 4 ടാങ്ക് കൊണ്ട് 1 ഏക്കർ കവർ ചെയ്യണം. അഫിനിറ്റി അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഒരു പാക്കറ്റ് 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആണെങ്കിൽ അത് 8 ടാങ്കിന്, അതായത് 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 8 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ പൊടി കലക്കി കഴിഞ്ഞപ്പോൾ അത് 2 ഏക്കർ കവർ ചെയ്യാനുള്ള സാധനമാണ്. അത് നെല്ലിനെ കരിച്ചു കളയുന്ന ഇതാണ്. ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ചിലയിടത്ത് ഇങ്ങനെ കോരയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ ചെറിയ ഈ കൂളമൊക്കെ ഇല്ല, അതൊക്കെ പൊക്കോളും. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വിഷം അടിച്ച് പോകുമ്പം ഓവർലാപ്പ് വരരുത്. അതായത് ഓവർലാപ്പ് 2 പേര് നിന്നാണ് അടിക്കുന്നെങ്കിൽ 2 പേരും കൂടെ കൂട്ടി ജോയിൻ്റ് ആവുന്നൊരു പോർഷൻ വരും. അവിടെ കൂടുതൽ വീണ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നെല്ല് കുറ്റിയായി പോകും, നെല്ല് ഇരുന്ന് പോകും. ആ നെല്ല് എഴുന്നേക്കാനായിട്ട് പാടാണ്. അപ്പോൾ അത് കൃത്യമായിട്ടത് ഉപയോഗിക്കുമ്പം നിങ്ങളുടെ തൊഴിലാളികളോട് കറക്റ്റായിട്ടത് പറഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ച ഇത്രയും കാലം എനിക്കൊരു പരാജയം അതിനകത്ത് വന്നിട്ടില്ല. അതിൻ്റെ വേറൊരു പ്രശ്നം, നമ്മുടെ 2 മുട്ടില്ലേ വിരലിൻ്റെ, ഈ ഒരു 2 മുട്ട് വരെയുള്ള വലിപ്പമാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഒരു വിരലിൻ്റെ നീളം വരുവാണെങ്കിൽ അത് ഒരു പാക്കറ്റ് 1.5 ഏക്കറിന്, അതായത് 6 ടാങ്കിൽ കലക്കത്ത രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്നിട്ട് വെള്ളം കയറ്റണം. ഒരു ദിവസം ഈ കളനാശിനി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇത് വെള്ളം കയറ്റി ഇട്ടിട്ട് നമ്മളൊരു 2 ദിവസത്തോളം ആ വെള്ളത്തെ ഇങ്ങനെ നെല്ലിനെ മുങ്ങാതെ പിടിച്ച് നിർത്തിയിട്ട് പറ്റിക്കണം. ഇനി അടുത്ത രണ്ടാമത് ഉപയോഗിച്ച ഒരു കെമിക്കലാണ് ലോയൻ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ലോയൻ്റ് എന്ന് പറയുന്ന സംഭവം കൊള്ളാം, പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കമ്പനി പറയുന്ന രീതിയിൽ കൃഷിക്കാർ അത് അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന് പ്രശ്നം വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് 1/2 ലിറ്ററാണ് കമ്പനി പറയുന്ന 1 ഏക്കറിന്. അപ്പം ഞങ്ങളത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഈ 1/2 ലിറ്ററിൻ്റെ കുപ്പി തന്നെ ആയിക്കോട്ടെ, ഈ 1/2 ലിറ്ററിൻ്റെ കുപ്പി ആദ്യം ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കും. എന്നിട്ട് അതിനെ വീണ്ടും ആ കുപ്പി കൊണ്ട് തന്നെ 4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കും. അപ്പം മൊത്തം എത്രയായി? 5 കുപ്പിക്കുള്ള സാധനമായി. എന്നിട്ട് ഇതിനെ ഈ ചായ അടിക്കുന്ന കണക്ക് അതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ ഇളക്കി കഴിയുമ്പം ഇതേ കണക്ക് തന്നെ ഈ 16 ലിറ്ററിൻ്റെ ബാറ്ററി പമ്പിനെ നമ്മൾ 5 കുറ്റിക്കാക്കുക. 5 കുറ്റിക്കാക്കിയിട്ട് ഈ 1.25 ഏക്കർ അതുകൊണ്ട് കവർ ചെയ്യണം. പറയാൻ മനസ്സിലായോ? 4 കുറ്റി കൊണ്ട് 1 ഏക്കർ ഉപയോഗിക്കുക. ബാക്കി വരുന്ന 1 കുറ്റി മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത ഏക്കറിലേക്ക് അത് ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരുന്നില്ല, കുഴലുമില്ല, ഒന്നുമില്ല. ഓവർഡോസ് വന്നിട്ടാണ് പലർക്കും പല പ്രശ്നങ്ങളും വരുന്നത്. നല്ലൊരു കെമിക്കലാണത്. ഇതിൻ്റെ കൂടെ അഫിനിറ്റി ഉപയോഗിക്കണം. ഇതിൻ്റെ കൂടെ അഫിനിറ്റി ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ 2 ഏക്കറിന്, അതായത് 8 പാക്കറ്റ്, അല്ല 8 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒരു പാക്കറ്റിന് 2 ഏക്കറിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കാരണം അതും ശകലം പവർ കൂടുതലാണ്. ഇങ്ങനെ വരുന്ന ഒരു സാധനത്തിൽ നിങ്ങളുടെ നെല്ലിന് ക്ഷീണം വരാനുള്ള ഒരു സാഹചര്യം ഓവർഡോസ് കൊടുത്തു കഴിഞ്ഞാൽ, കൃഷിക്കാരൻ്റെ ഒരു ധാരണ, ശകലം കള കണ്ടു കഴിഞ്ഞാൽ കൊള്ളിച്ചങ്ങ് അടിച്ചെന്ന് പറയും. ഈ കൊള്ളിച്ചടിക്കുന്നതനുസരിച്ച് നമ്മുടെ നെല്ലൂടെ ക്ഷീണിക്കുക. പിന്നെ ആ നെല്ല് എഴുന്നേറ്റ് വരണമെങ്കിൽ നമ്മൾ എന്ത് പണിയെടുക്കണമെന്നറിയും. അപ്പം ഇതാണ് ഇത്രയും ഒരു കാര്യം മനസ്സിലായി. അപ്പം
അപ്പോൾ ഈ ലോ എൻഡ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ വിവായ അഫിനിറ്റിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ മുക്കോണം എന്ന് പറഞ്ഞ ഈ കള ഞാൻ പറഞ്ഞ കമ്മലിയടി പോകുന്ന പറഞ്ഞ സാധനം പോകത്തില്ല. അപ്പം ഈ ലോ എൻഡ് ഇപ്പോൾ പുതിയ വന്ന സാധനം ഉപയോഗിക്കുമ്പം ഈ മുക്കോണനും പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലോ എൻഡിൻ്റെ കൂടെ ഈ 2 കെമിക്കലിൻ്റെ കൂടെ പിന്നെ വേറൊന്നും ചേർക്കല്ല്. ലോ എൻഡും അഫിനിറ്റിയും കൂടെ വിവായയുടെ കൂടെ ഒരിക്കലും 240 ചേർക്കല്ല്. ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാം? 240 ചേർത്ത് കഴിഞ്ഞാൽ ഈ കോഴിവാലം കവട എന്ന് പറഞ്ഞ സാധനം, ഇങ്ങനെ പീലിക്കവട, അത് പോകത്തില്ല. പിന്നെ ഈ പീലിക്കവട എന്ന് പറഞ്ഞ സാധനം ഒരു ആദ്യത്തെ വിഷവടി നിങ്ങൾക്ക് പോയില്ല, ചെടി പോയില്ല. ഒരു 10-25 ദിവസം കഴിഞ്ഞിട്ട് വളവിടിയിൽ കഴിഞ്ഞിട്ടും ഇതിനെ കളയാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ സാധാ കവട അത് കഴിഞ്ഞാലും പോകാനുള്ള മരുന്നുകളുണ്ട്. അത് അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഏകദേശം ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.